36 ലക്ഷം രൂപ വിലമതിക്കുന്ന BMW അഡ്വഞ്ചർ ബൈക്ക് സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയാണ് കൊച്ചിക്കാരനായ അഫ്സൽ അബ്ദുള്ള. അഡ്വഞ്ചർ ബൈക്കുകളോട് ഇത്രമാത്രം പ്രണയം തോന്നാൻ കാരണമെന്താണെന്ന് നിങ്ങൾ ആലോചിച്ചെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരമായി അഫ്സൽ പറഞ്ഞത് നടൻ ദുൽഖർ സൽമാന്റെ കഥയാണ്. വാഹന നിർമ്മാതാക്കളായ BMW ഇറക്കിയ R1200 GS സീരീസിലുള്ള ബൈക്ക് സ്വന്തമാക്കിയ ആദ്യ മലയാളി ദുൽഖർ ആയിരുന്നു. അതിനു മുൻപ് ട്രയംഫ് ബോൺവിൽ ബൈക്കും ദുൽഖർ സ്വന്തമാക്കിയിരുന്നു. ദുൽഖറിന്റെ ബൈക്ക് കമ്പം എനിക്ക് നന്നായി അറിയാം. ദുൽഖർ ഒരു ബൈക്ക് എടുക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിച്ചേ എടുക്കൂ എന്നുറപ്പാണ്. ബൈക്കുകളെപ്പറ്റി ദുൽഖറിന് അത്രയേറെ വിവരമുണ്ട്. ദുൽഖർ എടുത്ത വണ്ടികളെപ്പറ്റി അന്വേഷിച്ചുള്ള യാത്രയ്ക്കൊടുവിലാണ് ഞാൻ ട്രയംഫും ഇപ്പോൾ BMWയും സ്വന്തമാക്കിയത്. അഫ്സൽ പറയുന്നു. ദുൽഖറിന്റെ പിന്നാലെ ട്രയംഫ് ബൈക്ക് സ്വന്തമാക്കാൻ പോയ രംഗവും അഫ്സൽ ഓർക്കുന്നു. ട്രയംഫിന്റെ ഷോറൂമിൽ മുണ്ടെടുത്തു ചെന്ന അഫ്സലിന് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാൻ പോലും ഷോറൂം അധികൃതർ കൂട്ടാക്കിയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. പിറ്റേ ദിവസം പാൻസും ടീഷർട്ടും ഷൂവും ഒക്കെ ധരിച്ച് അഫ്സൽ ഷോറൂമിലേക്ക് കയറി ചെന്നു. ടെസ്റ്റ് ഡ്രൈവിന് അവസരം ലഭിച്ചു. അപ്പോൾ തന്നെ അഫ്സൽ ഒരു കാര്യം ഉറപ്പിച്ചു. ഇതൊരു 1.5 വണ്ടി തന്നെ, ഇത് സ്വന്തമാക്കിയേ തീരും. കയ്യിൽ കാശുണ്ടായിട്ടൊന്നുമല്ല ഞാൻ ബൈക്ക് വാങ്ങിക്കുന്നത്. ലോൺ എടുത്താണ് ട്രയംഫ് വാങ്ങിച്ചത്. ഇപ്പോൾ BMW വാങ്ങിച്ചതും ലോണിലൂടെ തന്നെയാണ്, അഫ്സൽ പറയുന്നു. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ദോഹയിൽ ഖത്തർ പെട്രോളിയത്തിൽ ജോലി ചെയ്തിരുന്ന അഫ്സൽ അത് ഉപേക്ഷിച്ച് ബാപ്പ അബ്ദുള്ളയുടെ പ്ലൈവുഡ് ബിസിനസ് നടത്തുകയാണിപ്പോൾ. മലയാള സിനിമയിലെ യുവനടന്മാരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദുൽഖർ വാപ്പയെ പോലെ തന്നെ ഒരു വൻ വാഹന പ്രേമിയാണെന്ന് പറയാതെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയും വ്യക്തമാണ്. ദുൽഖർ ചിത്രങ്ങളിലെല്ലാം ദുൽഖർ ബൈക്കിലേറി പോകുന്ന ഒരു രംഗം അഭിവാജ്യ ഘടകമാണ്. 2013 ഇറങ്ങിയ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സമീർ താഹിർ ചിത്രം ഇറങ്ങിയതിനു ശേഷം കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ ബുള്ളറ്റ് പ്രേമവും വർദ്ധിച്ചിരുന്നു.